അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ കഴിഞ്ഞ മാസം 20 നടന്ന മോഷണത്തിൽ പ്രതി ലിജീഷിനെ പിടികൂടി അറസ്റ്റ് ചെയ്തു. മോഷണം പുറത്തറിഞ്ഞതോടെ തുടർന്ന് സ്വാഭാവിക നടപടിയുടെ ഭാഗമായി പോലീസ് മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ ഒരു സംശയവും ഇടരാതെ സഹകരിക്കുകയും പ്രതി ചെയ്തിരുന്നു. ഇത്രയും വലിയ കവർച്ച അയാൾക്ക് തന്നെ നടത്തുമെന്ന് പോലീസ് ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നാൽ മോഷണം നടത്തിയ വീട്ടിലെ CCTV മാറ്റിവെച്ചതോടെയാണ് പോലീസിന് പ്രതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതിവിദഗ്ധമായിട്ടാണ് ലിജീഷ് മോഷണം നടത്തിയത്. വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു ലിജീഷ്. ലോക്കർ തുറക്കാൻ വിദഗ്ധമായിട്ടാണ് പോലീസ് പറയുന്നു. വളപട്ടണത്ത് കവർച്ച നടന്ന വീട്ടിനടുത്തേക്ക് പ്രതി ലിജീഷ് നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. കാഴ്ചയിൽ സാധുവും സൗമ്യവുമായ ആളാണ് പ്രതി. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ കവർച്ച നടത്താൻ ലിജീഷിന് കഴിയുമോ എന്ന സംശയമായിരുന്നു നാട്ടുകാർക്ക്. പലർക്കും അത് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. 1 കോടി രൂപയും 300 പവനുമാണ് ലോക്കർ തകർത്ത് ലിജീഷ് മോഷ്ടിച്ചത്. അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത്. ഫോൺ രേഖകളാണ് പ്രതിയെ ഒടുക്കിയത്. മോഷണം നടന്ന ദിവസം പ്രതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആർക്കും സംശയം തോന്നാതിരിക്കാൻ ഇയാൾ നാട്ടിൽ തന്നെ തുടരുകയായിരുന്നു. മോഷണം നടന്ന സമയം മധുരയിൽ ആയിരുന്നു അഷ്റഫും കുടുംബവും. തിരികെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കണ്ണൂർ ASPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അന്വേഷണം ആരംഭിച്ചു. ഒരാൾ മാത്രമാണ് വീട്ടിൽ കയറിയതെന്നും പോലീസ് പറയുന്നു. വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വീട്ടിനകത്ത് നടന്നത് ഒരാളാണെന്നും അയാൾ നവംബർ 20-നും 21-നും രാത്രി വീട്ടിൽ കടന്നതായും വ്യക്തമാക്കി. എന്നാൽ ഇയാൾ മോഷ്ടാവിന്റെ മുഖം വ്യക്തമായിരുന്നില്ല. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ നിന്ന് അഷ്റഫിനെ അടുത്തറിയാവുന്ന ആളാണ് മോഷണം ചെയ്തതെന്ന് പോലീസ് പറയുന്നു. 2 തോക്കുകളുടെ പ്രത്യേക രീതിയിൽ തുറക്കുന്ന ലോക്കറിനെ കുറിച്ച് അറിവില്ലാത്ത ഒരാൾ വീട്ടിൽ കടക്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. അഷ്റഫ് ഉടനെ മടങ്ങിവരില്ലെന്ന് ഉറപ്പ് അറിഞ്ഞ ഒരാളാണ് വീട്ടിൽ കയറിയതെന്നാണ് പോലീസ് പറയുന്നത്. കുടുംബത്തെ അറിയാവുന്ന ആളാണ് അയാളെന്നും പറയുന്നു. അവിടെയെല്ലാം ക്യാമറകൾ ഉണ്ടെന്ന് എന്നറിഞ്ഞ പോലെയായിരുന്നു അയാളുടെ മോഷണ രീതി. അടുക്കള ഭാഗത്തെ ഗ്രില്ലിന്റെ മുറിച്ചാണ് മോഷ്ടാവ് വീട്ടിനുള്ളിൽ കയറിയത്. ശേഷം വീടിന് പിന്നിലെ റെയിൽവേ ട്രാക്കിലൂടെ കടന്നു കളയുകയായിരുന്നു. അന്വേഷണം വഴി തിരിച്ചുവിടാൻ പ്രതി നടത്തിയ ആസൂത്രണമായിരുന്നു അത്. പ്രതിയെ കണ്ടെത്തിയെന്നതിനാൽ അന്വേഷണ സംഘം 100ഓളം CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. 75 പേരുടെ വിരലടയാളവും 205 പേരുടെ മൊഴിയെടുത്തു. കഷണ്ടിയുള്ള ആളാണെന്ന് തിരിച്ചറിഞ്ഞു. CCTV ദൃശ്യത്തിൽ നിന്ന് കട്ടിലിനടിയെ പ്രത്യേക അറയുണ്ടാക്കി മോഷണം മുതൽ സൂക്ഷിച്ചു. 115 കോൾ രേഖകളും 100ഓളം CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. 267 പവനുമാണ് പോലീസിന് കണ്ടെത്തിയത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു. ഒരു ക്യാമറ അയാൾ തിരിച്ചു വെക്കുകയും ചെയ്തു. എന്നാൽ ക്യാമറയുടെ ഫൂട്ടേജ് റൂമിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അയാൾ അബദ്ധവശാൽ അത് മാറിയത്. ആ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് വഴിത്തിരിവ് ആയതെന്ന് കണ്ണൂർ സിറ്റി പോലീസ് വ്യക്തമാക്കി. അതേസമയം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതിയുടെ വിരലടയാളം ഇതിൽ